ഈ സ്റ്റോറി വായിക്കാൻ പോകുന്നവരുടെ ശ്രദ്ധയ്ക്ക്. ഞാൻ ഈ സ്റ്റോറി എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് എഴുതിയ സ്റ്റോറിയാണ്. ഇതിനു മുമ്പ് ഞാൻ അങ്ങനെ ഒരു കഥകളൊന്നും എഴുതിയിട്ടില്ല. പക്ഷേ ഇതെൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ സ്റ്റോറിയായിരുന്നു. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള മിസ്റ്റേക്കുകളും ഒക്കെ കാണും ഇതിനകത്ത്. അപ്പോൾ അതെല്ലാം ക്ഷമിക്കണം കേട്ടോ. പിന്നെ വലിയ ട്വിസ്റ്റോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു സിമ്പിൾ സ്റ്റോറി ആയിരിക്കും. ഒരു ഒരു ക്ലീഷേ സ്റ്റോറി എന്നൊക്കെ പറയാം. പക്ഷേ നിങ്ങൾക്ക് വായിച്ചിരിക്കാൻ നല്ല ഇഷ്ടപ്പെടുന്ന ഒരു സ്റ്റോറി ആയിരിക്കും. അതോടൊപ്പം ഇതിനകത്ത് കുറച്ച് റൊമാൻറ്റിക് പാർട്ടുകളും കുറച്ച് കിസ്സിങ് സീനുകളും ഒക്കെ അധികമായിട്ട് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇഷ്ടമുള്ളവർ വായിക്കുക, അല്ലാത്തവർ സ്റ്റോറി സ്കിപ്പ് ചെയ്യുക. മറ്റൊരു കാര്യം കൂടി, ഇതിൽ നായകൻ നായികയെ അധികമായിട്ട് സ്നേഹിക്കുന്നുണ്ട്. എന്നുവെച്ചാൽ ഒരു കൊച്ചുകുട്ടിയെ പോലെ അവൻ നായികയെ സ്നേഹിക്കുന്നത്. അതുകൊണ്ട് ഇത് ലൈഫുമായിട്ട് ഒരു ബന്ധമില്ല എന്നൊക്കെ കരുതുന്നവരുണ്ടാകാം. മേ ബി ഉണ്ടായിരിക്കാം. പക്ഷേ ഇങ്ങനെയുള്ള ജീവിതങ്ങളും ഉണ്ട് കേട്ടോ. അപ്പോൾ ഒന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണേ, ഇത് ജസ്റ്റ് ഒരു ക്ലീഷേ സ്റ്റോറി മാത്രമായിരിക്കും. വലിയ ട്വിസ്റ്റോ കഥകളോ അങ്ങനെയൊന്നും ചിലപ്പോൾ ഉണ്ടായെന്ന് വരില്ല. അപ്പോൾ ഇഷ്ടമുള്ളവർ മാത്രം വായിക്കുക. അന്നൊരു ഞായറാഴ്ചയായിരുന്നു. നേരം വെളുത്തിരുന്നു. ഫോൺ റിങ് ചെയ്യുന്ന സൗണ്ട് കേട്ടതും പുതപ്പിനടിയിൽ നിന്ന് ടെഡി ബിയറിനെ കെട്ടിപ്പിടിച്ച് കിടക്കുകയായിരുന്ന അവളുടെ ഒരു കൈ നീണ്ടുവന്ന് മൊബൈൽ എടുത്ത് ചെവിയിലേക്ക് വെച്ചു. ഹലോ, നീ ഇതുവരെ എഴുന്നേറ്റില്ലേ പൊന്നൂസേ? മറുവശത്തു നിന്നും ഒരു പുരുഷ ശബ്ദം. പിന്നെ ഞാൻ 6 മണിക്ക് എഴുന്നേറ്റു, അവൾ മറുപടി പറഞ്ഞു. ഓവ, എന്നിട്ട് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ പോലെയാണല്ലോ നിന്റെ സൗണ്ട്, മറുവശത്ത് നിന്ന് അവൻ ചോദിച്ചു. അതോ, അത് അവൾ തല ചൊറിഞ്ഞു. എഴുന്നേറ്റത് ഞാൻ വിളിച്ചപ്പോൾ ആയതുകൊണ്ട്, അവൻ പറഞ്ഞു. അവൾ ഇളിച്ചു കാണിച്ചു. കൂടുതൽ ചിരിക്കണ്ട, ഞാൻ 15 മിനിറ്റിനുള്ളിൽ വരും, റെഡിയായിട്ട് നിൽക്കണം, അവൻ അവളോട് പറഞ്ഞു. ഓംബ്ര, റെഡി ആയിക്കോളാം. ഓക്കെ. അവൾ കട്ടിലിൽ നിന്നും ചാടി എഴുന്നേറ്റു. ബാത്റൂമിൽ കയറി ഫ്രഷായി ഇറങ്ങി. ചുരുക്കി പറഞ്ഞ ആളൊരു കാക്കക്കുളിയൊക്കെ പാസ്സാക്കി അങ്ങ് ഇറങ്ങി. ഇനി നമ്മുടെ നായികയെ ഒന്ന് നോക്കി വരാം. ഇവളാണ് മരിയ ജോൺ തോമസ്, പുത്തമ്പരിക്കലെ ജോൺ തോമസിൻ്റെയും അന്ന ജോണിൻ്റെയും പുത്രി. അവളുടെ വീട്ടുകാരുടെ സ്വന്തം പൊന്നു. എന്നാൽ മറ്റൊരാൾക്ക് മാത്രം അവൾ പൊന്നൂസാണ്. ആർക്കാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. അതെ, ആ ഫോൺ വിളിച്ച വ്യക്തിക്ക് തന്നെ. അധികം വെളുപ്പല്ലാത്ത ഒരു ഇളം നിറം, വലിയ ഉയരമില്ല, ഉയരത്തിനും കുറച്ചു കൂടുതൽ വണ്ണമുണ്ട്. അതാണ് അവളുടെ ഭംഗിയും. തോള് കഴിഞ്ഞ് കുറച്ചുകൂടി താഴെ വരെ മുടി, അത് ഭംഗിയായി സ്മൂത്ത് ചെയ്തിട്ടിരിക്കുകയാണ്. അധികം ചമയങ്ങളൊന്നും അവളുടെ മുഖത്തില്ല. ഭംഗിയായി കണ്ണെഴുതിയിട്ടുണ്ട്. അവളുടെ കവിളിനും ചെവിക്കും സൈഡിലായി ഒരു കറുത്ത മറുകുണ്ട്. അതോടൊപ്പം അവളുടെ കീഴ്ചുണ്ടിലും ഒരു മറുകുണ്ട്. ഇതൊക്കെയാണ് അവളുടെ സൗന്ദര്യം എന്ന് തന്നെ നമുക്ക് പറയാം. ഡിഗ്രി കഴിഞ്ഞ് നിൽക്കുവാണ് പൊന്നു. ഇതൊക്കെയാണ് നമ്മുടെ നായികയെക്കുറിച്ചുള്ള കാര്യങ്ങൾ. ഒരു പലാസോ പാൻറ്റും ഒരു കുർത്തിയാണ് അവളുടെ വേഷം. മുടി അഴിച്ചിട്ടിരിക്കുകയാണ്. ഒരു ട്രാവലർ ബാഗുമായി അവൾ റൂമിൽ നിന്നും ഇറങ്ങി. ബാഗ് ഹാളിലേക്ക് വെച്ചിട്ട് അവൾ നേരെ അടുക്കളയിലേക്ക് നടന്നു. അന്നക്കുട്ടി, ഇന്ന് എന്താ കഴിക്കാൻ? തിരിഞ്ഞു നിന്ന് ജോലി ചെയ്യുകയായിരുന്ന അവരുടെ അടുത്തേക്ക് ചെന്നുകൊണ്ട് അവൾ ചോദിച്ചു. നീ എഴുന്നേറ്റ് വന്നോ? ഞാൻ നിന്നെ വിളിക്കാൻ വരുമായിരുന്നു. അന്ന അവളുടെ സ്വന്തം മമ്മി. സ്നേഹം കൂടുമ്പോൾ അവൾ അന്നക്കുട്ടി എന്നാണ് വിളിക്കുന്നത്. അവളുടെ ബെസ്റ്റ് ഫ്രണ്ടാണ് അന്ന. വിഷമമായാലും സന്തോഷമായാലും അവൾ പറയുന്നത് അവളുടെ അന്നക്കുട്ടിയുടെ അടുത്താണ്. അതിനുശേഷമേ അവൾ മറ്റാരോടും അത് പറയുകയുള്ളൂ. എന്നിട്ട് എന്നെ എന്താ വിളിക്കാൻ ഞാൻ മമ്മി? നീ ഉറങ്ങിക്കോട്ടെ എന്ന് കരുതി. കല്യാണം കഴിച്ചു പോയാലും ജോലിക്ക് എവിടേക്കെങ്കിലും പോയാലും നിനക്ക് ഇങ്ങനെ കിടന്ന് ഉറങ്ങാൻ പറ്റില്ലല്ലോ. അന്ന ഒന്ന് പുഞ്ചിരിച്ചു. എൻ്റെ പുന്നാര മമ്മി, ഉമ്മ. അവൾ അന്നയുടെ കവിളിൽ മുത്തി. ഓ മതി മതി, അതിരിക്കട്ടെ, ഞാൻ വിളിക്കാതെ നീ എങ്ങനെ എഴുന്നേറ്റു? അന്ന സംശയത്തോടെ അവളെ നോക്കി. അപ്പൂസ് വിളിച്ചിരുന്നു മമ്മി. 15 മിനിറ്റിനുള്ളിൽ അവൻ വരുമെന്ന് പറഞ്ഞു. പിന്നെ ചാടി എഴുന്നേറ്റ് ഫ്രഷായി. അവൻ്റെ ഏതോ ഫ്രണ്ടുണ്ട് ഇവിടെ, അവൻ അവിടെ ഇരിക്കുകയാണെന്ന് പറഞ്ഞു. ശരിക്കും നീ കുളിച്ചോ? അന്ന ഒരു ചെറു ചിരിയോടെ ചോദിച്ചു. മമ്മി, അവൾ കുറുമ്പോടെ പറഞ്ഞു. മതി മതി കൊഞ്ചിയത്. എനിക്ക് മമ്മിയോടല്ലേ കൊഞ്ചാൻ പറ്റുള്ളൂ. തികട്ടി വന്ന വിഷമം ഉള്ളിൽ വെച്ചുകൊണ്ട് അവൾ ചോദിച്ചു. പക്ഷെ അത് കണ്ണുനീരായി പുറത്തു വന്നു. അവളുടെ കണ്ണ് നിറഞ്ഞത് കണ്ടപ്പോൾ അന്നയ്ക്ക് വിഷമമായി. എൻ്റെ പൊന്നു കരയാ? നീ എത്ര വേണേലും എന്നോട് കൊഞ്ചിക്കോ. എനിക്ക് കൊഞ്ചിക്കാനും എൻ്റെ കുഞ്ഞ് മാത്രമല്ലേ ഉള്ളൂ. അന്ന അവളുടെ കണ്ണുകൾ തുടച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു. നീ ഇനി എത്ര ദിവസം കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്ക് വരുന്നേ? വിഷയം മാറ്റാൻ എന്ന പോലെ അന്ന ചോദിച്ചു. അറിയില്ല മമ്മി, ആൽബിച്ചതിനും അപ്പൂസൊക്കെ നിർബന്ധിച്ചോണ്ടാ ഞാൻ പോകാമെന്ന് കരുതിയേ. ഇല്ലെങ്കിൽ ഞാൻ മമ്മിയെ ഒറ്റയ്ക്കാക്കി പോകില്ലായിരുന്നു. ഒരു കണക്കിന് അതാ നല്ലത്. എൻ്റെ കുഞ്ഞെങ്കിലും സമാധാനത്തോടെ ഉറങ്ങട്ടെ, അന്ന കണ്ണുകൾ തുടച്ചുകൊണ്ട് അവളോട് പറഞ്ഞു. മമ്മി വിഷമിക്കണ്ട, എല്ലാം ശരിയാകും. അവളും ചെറു പുഞ്ചിരിയോടെ പറഞ്ഞു. എൻ്റെ കുഞ്ഞിനെങ്കിലും നല്ലൊരു ജീവിതം കിട്ടണമെന്നാ എൻ്റെ പ്രാർത്ഥന.
ഇതുവരെ ഇല്ലാത്ത എന്ത് സന്തോഷവും സമാധാനമാണ് മമ്മി ഇനി എനിക്ക് കിട്ടാൻ പോകുന്നേ. നല്ലൊരു ജോലി കിട്ടി എവിടേക്കെങ്കിലും ദൂരെ പോകണം. ഇപ്പോൾ ഞാനതാ ആഗ്രഹിക്കുന്നത്. ഇവിടുന്ന് എങ്ങോട്ടേലും പോകാലോ. നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ കുഞ്ഞിനെ മനസ്സിലാക്കാനും സ്നേഹിക്കാനും ഒക്കെ കഴിയുന്ന ഒരാൾ വരും, എനിക്ക് ഉറപ്പുണ്ട്. അതിനവളൊന്ന് പുഞ്ചിരിച്ചു. കുറച്ചു നിമിഷം കഴിഞ്ഞതും പുത്തമ്പുരയ്ക്കൽ തറവാടിന് മുൻപിൽ ഒരു കാറ് വന്നു നിന്നു. അതിൽ നിന്നും സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ ഇറങ്ങി. ഒരു ബ്ലാക്ക് പാൻറ്റും ബ്ലൂ ഷർട്ടുമാണ് അവൻ്റെ വേഷം. മുടി ജല്ലകത്തേച്ച് ഒതുക്കി വെച്ചിട്ടുണ്ട്. ഇടത്തെ കയ്യിൽ ഒരു വാച്ചും വലത് കയ്യിൽ ഒരു ഗോൾഡ് ചെയിനും ഉണ്ട്. ഐശ്വര്യം തുളുമ്പുന്ന ചിരിച്ച മുഖം, കട്ട ബോഡി. ഏതൊരു പെണ്ണും ഒന്ന് നോക്കും. മുന്നിലേക്ക് കിടന്ന മുടി ഒരു കൈകൊണ്ടൊന്ന് മാടി ഒതുക്കി അവൻ കാറിൽ നിന്നും ഇറങ്ങി. അവൻ്റെ കാറിൻ്റെ ശബ്ദം കേട്ടതും അവൾ അകത്തു നിന്നും ഇറങ്ങി വന്നു. പൊന്നുസേ, അവളെ കണ്ട അവൻ സ്നേഹത്തോടെ വിളിച്ചു. അവൾ ഓടിച്ചെന്നവനെ കെട്ടിപ്പിടിച്ചു. അവനും അവളെ ചേർത്ത് പിടിച്ചു. എത്ര നാളായടാ കണ്ടിട്ട്? അങ്ങ് ദുബായിലൊക്കെ പോയപ്പോൾ നമ്മളെ മറന്നു അല്ലേ? പൊന്നു കുറുമ്പോടെ പറഞ്ഞു. അതുകൊണ്ടാണല്ലോ വീട്ടിൽ പോലും വിളിക്കാതെ എന്നെ നിന്നെ വിളിക്കുന്നേ. അതും പോരാഞ്ഞിട്ട് ഇന്നലെ വന്ന ഉടനെ നിന്നെ കൊണ്ടുപോവാൻ ഇങ്ങോട്ടേക്ക് വന്നത്, അപ്പു കപടദേഷ്യത്തോടെ അവളോട് പറഞ്ഞു. ഇത് ആൽവിൻ ജോസഫ് കുര്യൻ, പൊന്നുവിൻ്റെ സ്വന്തം അപ്പൂസ്. പൊന്നുവിനേക്കാൾ 2 വയസ്സിന് മൂത്തതാണ് അപ്പു. എന്നാലും അവൾ അപ്പൂസ് എന്നാ വിളിക്കുക. അവനും അത് കേൾക്കാൻ തന്നെയാണ് ഇഷ്ടവും. ആ മോൻ വന്നോ? അകത്തേക്ക് വാ. ജോസഫ് അച്ചായനും ചേച്ചിക്കും സുഖമല്ലേ മോനെ? അന്ന അവനോട് ചോദിച്ചു. ആന്ന് കൊച്ചുമമ്മി, എല്ലാവർക്കും സുഖമാണ്, അപ്പു അവരെ നോക്കി പറഞ്ഞു. അങ്കിളില്ലേ ഇവിടെ? ഇല്ല മോനെ, രാവിലെ ഓഫീസിൽ പോയി. പണം ഉണ്ടാക്കാനുള്ള ഓട്ടത്തിലല്ലേ? അവർ വിഷമത്തോടെ കലർന്ന ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു. ഇവളെ ഞാൻ കൊണ്ടുപോകുന്ന കാര്യം അങ്കിളിനോട് പറഞ്ഞായിരുന്നോ? അപ്പു സംശയത്തോട് ചോദിച്ചു. പറഞ്ഞിരുന്നു. ഒന്ന് മൂളി, തിരിച്ചൊന്നും പറഞ്ഞില്ല. അന്ന അവനെ നോക്കി പറഞ്ഞു. പൊന്നു അപ്പുവിനെ കഴിക്കാൻ വിളിച്ചോണ്ട് പോയി. അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞ് 2 പേരും യാത്ര തിരിച്ചു അവളുടെ അമ്മയുടെ നാട്ടിലേക്ക്. കോട്ടയത്തെ ഒരു അച്ചായത്തിയാണ് അന്ന. അവിടെ അറിയപ്പെടുന്ന ഒരു കുടുംബക്കാരാണ് അന്നയുടേത്. കൊട്ടാരമുറ്റം തറവാട്ടിൽ കുര്യൻ്റെയും മറിയാമ്മ കുര്യൻ്റെയും ഇളയ മകളാണ് അന്ന. അന്നയ്ക്ക് 2 സഹോദരന്മാരാണ്. മൂത്തത് അലക്സാണ്ടർ കുര്യനും ജോസഫ് കുര്യനും. അലക്സാണ്ടറിനെ നമുക്ക് അലക്സ് എന്ന് വിളിക്കാം. അലക്സും ജോസഫും ചേർന്നാണ് കൊട്ടാരമുറ്റത്തെ ബിസിനസ് എല്ലാം നോക്കി നടത്തുന്നത്. അവർക്ക് കോട്ടയത്ത് തന്നെ ഒരു ഷോപ്പിംഗ് മാളും തിയേറ്ററും ഒക്കെയുണ്ട്. 2 മക്കളും ഒന്നിച്ച് നിൽക്കണമെന്ന് അമ്മച്ചിക്ക് ആഗ്രഹമുള്ളത് കൊണ്ട് തന്നെ അവർക്ക് പ്രത്യേകിച്ച് ഷെയറൊന്നും കൊടുത്തിട്ടില്ല. അലക്സിൻ്റെ ഭാര്യ സിബി, മകൻ ആൽബി അലക്സ് കുര്യൻ, പൊന്നുവിൻ്റെ ആൽബി ചായൻ. പുള്ളി ഒരു കോളേജിൽ പഠിപ്പിക്കുകയാണ്. ജോസഫിൻ്റെ ഭാര്യ റീന, മകൻ ആൽവിൻ ജോസഫ് കുര്യൻ, പൊന്നുവിൻ്റെ അപ്പൂസ്. പുള്ളി ദുബായിൽ എഞ്ചിനീയർ ആയിരുന്നു. ഇപ്പം നാട്ടിൽ വന്നു. അന്നയ്ക്ക് ഇഷ്ടമില്ലാതെ തന്നെ നടന്നൊരു വിവാഹമായിരുന്നു ജോണുമായിട്ടുള്ളത്. ജോൺ തന്നെയാണ് അന്നയെ കല്യാണം കഴിക്കണമെന്ന് താല്പര്യം പ്രകടിപ്പിച്ചത്. എന്നാൽ അന്നയ്ക്ക് മറ്റൊരാളുമായി ഇഷ്ടമുണ്ടായിരുന്നത് കൊണ്ടും അയാൾ മറ്റൊരു ജാതിക്കാരനായതുകൊണ്ടും അന്നയുടെ അപ്പച്ചൻ നിർബന്ധിച്ചാണ് ജോണിനെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചിരുന്നത്. ജോണിന് അത്യാവശ്യം പണമുള്ളത് കൊണ്ടും വലിയ കുടുംബക്കാരായതുകൊണ്ടും അന്നയുടെ അപ്പച്ചന് ജോണിനോടായിരുന്നു താല്പര്യം. അന്നയും ജോണും തമ്മിൽ എന്തൊക്കെയോ പ്രശ്നമുണ്ടെന്ന് അറിയാമെങ്കിലും അതെന്താണെന്ന് അന്ന ആരോടും ഇതുവരെയും പറഞ്ഞിട്ടില്ലായിരുന്നു. ചോദിച്ചാലും അന്ന അത് പറയുകയുമില്ല. അപ്പൂസേ, എന്താടി? ഒരു ഐസ്ക്രീം വാങ്ങിത്തായോ? പൊന്നു വിളിച്ചുകൊണ്ട് പറഞ്ഞു. അവൻ അവളെ നോക്കി. അതിനുശേഷം അടുത്തുള്ള ഒരു ഐസ്ക്രീം പാർലറിൽ വണ്ടി നിർത്തി. അവളുടെ ഇഷ്ടപ്പെട്ട ചോക്ലേറ്റ് ഫ്ലേവർ ഐസ്ക്രീം അവൻ അവൾക്ക് വേണ്ടി വാങ്ങിക്കൊടുത്തു. നിനക്ക് വേണ്ടേ? പൊന്നു ഐസ്ക്രീം വായിൽ വെച്ചുകൊണ്ട് ചോദിച്ചു. വേണ്ട, നീ കഴിച്ചോ. പൊന്നുസേ, നിനക്ക് വേണ്ടി ഒരു സർപ്രൈസ് ഒരുക്കിയിട്ടുണ്ട്, ഞാനും ആൽബിച്ചായനും. അപ്പു അവളെ നോക്കി പറഞ്ഞു. ശരിക്കും? എന്താടാ സർപ്രൈസ്? കുഞ്ഞു കുട്ടികളുടെ ആകാംക്ഷയോടെ അവൾ തിരികെ അവനോട് ചോദിച്ചു. എടി പൊട്ടിക്കാളി, സർപ്രൈസ് ഇപ്പോൾ പറയാനാണേ അതെങ്ങനെയാണ് സർപ്രൈസ് ആകുന്നേ? അപ്പു അവളുടെ ചുണ്ടിൻ്റെ സൈഡിലായി ഇരിക്കുന്ന ഐസ്ക്രീം തുടച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു. അതിനവളൊരു അവിഞ്ഞ ചിരി പാസാക്കി. നീണ്ട 1 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം അവർ കൊട്ടാരമുറ്റം തറവാട്ടിലേക്കെത്തി. സിബി ആൻറ്റി, റീന ആൻറ്റി, അവൾ അലറി വിളിച്ചുകൊണ്ട് അകത്തേക്ക് കയറി. മോളെ പൊന്നു. അടുക്കളയിൽ നിന്നും 2 ഐശ്വര്യം തുളുമ്പുന്ന മുഖമുള്ള സ്ത്രീകൾ ഇറങ്ങി വന്ന് അവളെ കെട്ടിപ്പിടിച്ചു. പൊന്നുമോൾക്ക് സുഖമാണോ? റീന അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ചോദിച്ചു. സുഖ ആൻറ്റി. അങ്കിൾസ് എവിടെ? അവർ 2 രാവിലെ മാളിൽ പോയി മോളെ, സിബി പറഞ്ഞു. ആൽബിച്ചായനോ? അവൻ കോളേജിൽ പോയി മോളെ. ഇന്നവന് എക്സാം ഡ്യൂട്ടി ഉണ്ട്. ഇല്ലെങ്കിൽ മോളെ വിളിക്കാൻ അവൻ എന്തായാലും വരില്ലേ, സിബിയും പറഞ്ഞു. മോളെ പൊന്നു. 85 വയസ്സിനോട് പ്രായം തോന്നിക്കുന്ന ഒരു സ്ത്രീ മുറിയിൽ നിന്നും ഇറങ്ങി വന്നു. അമ്മച്ചി. അവൾ ഓടിച്ചെന്ന സ്ത്രീ കെട്ടിപ്പിടിച്ച് കവളിൽ ഉമ്മ കൊടുത്തു. ഇതാണ് അന്നയുടെ അമ്മ മറിയാമ്മ. മോൾ അമ്മച്ചിയെ മറന്നോ? എന്താ അമ്മച്ചി ഇങ്ങനെ ചോദിക്കുന്നേ? അങ്ങനെ ഞാൻ മറക്കുമോ? അവൾ പറഞ്ഞു. അതിനവരൊന്ന് ചിരിച്ചു. സങ്കടത്തിൽ കലർന്നൊരു പുഞ്ചിരി. എടി, ഇവിടെ വന്നപ്പോൾ നീ എന്നെ മറന്നോ? ഞാനാ നിന്നെ ഇവിടെ കൊണ്ടുവന്നേ. അപ്പു കപടദേഷ്യത്തോടെ അവളോട് ചോദിച്ചു.
ഇല്ലട നാറി. ആ അങ്ങനെ വഴിക്ക് വാ. മക്കള് കഴിച്ചിട്ടാണോ ഇറങ്ങിയേ? റീന അവരെ രണ്ടുപേരെയും നോക്കി ചോദിച്ചു. അതെ മമ്മി, കൊച്ചുമമ്മിയുടെ വക അപ്പവും മുട്ട റോസ്റ്റും ഉണ്ടായിരുന്നു. എങ്കിൽ മോള് പോയി റെസ്റ്റ് എടുത്തോ. ടാ കൊച്ചിന് മുറിയൊന്ന് കാണിച്ചു കൊടുക്ക്. റീന അപ്പുവിനെ നോക്കി പറഞ്ഞു. മുകളിലോട്ട് പോകാൻ നിന്ന അപ്പുവിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പൊന്നു ചോദിച്ചു, സർപ്രൈസ് എവിടെ? നീ ഒന്ന് ഫ്രഷായി ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ സർപ്രൈസ് അറിയും. അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അവൾ റൂമിലേക്ക് ചെന്നു. മമ്മിയെ വിളിച്ച് എത്തിയ കാര്യമെല്ലാം പറഞ്ഞിട്ട് അവൾ കിടന്നു. ക്ഷീണം കാരണം അവൾ പെട്ടെന്ന് തന്നെ ഉറങ്ങിപ്പോയിരുന്നു. വാതിലിൽ തുടരെയുള്ള മുട്ടുകേട്ടാണ് അവൾ കണ്ണു തുറന്നത്. താൻ ഒരുപാട് നാൾക്ക് ശേഷമാണ് ഇങ്ങനെ പരിസരം മറന്നുറങ്ങിയതെന്ന് അവൾ ഓർത്തു. മുഖം കഴുകി വന്നവൾ വാതിൽ തുറന്നു. മുൻപിൽ നിൽക്കുന്ന ആളിനെ കണ്ട് അവൾ അവനെ കെട്ടിപ്പിടിച്ചു. ആൽബിച്ചായ, എന്തൊരു ഉറക്ക പൊന്നു ഇത്. ഫുഡ് കഴിക്കണ്ടേ? താഴേക്ക് വാ. ആൽബി അവളുടെ നെറുകയിലൊന്ന് തലോടി. പോ, എന്നോട് മിണ്ടണ്ട. ഞാൻ വരുമെന്ന് അറിഞ്ഞിട്ടും എന്നെ വേണ്ടാഞ്ഞിട്ടല്ലേ ഇന്ന് കോളേജിലേക്ക് പോയത്? പൊന്നു പിണക്കം നടിച്ചുകൊണ്ട് പറഞ്ഞു. അതെങ്ങനെ ശരിയാകും? എൻ്റെ പൊന്നുവിന് വേണ്ടിയല്ലേ ഞാൻ എക്സാം കഴിഞ്ഞ ഉടനെ ഓടി വന്നത്? ആൽബി അവളുടെ താടിയിൽ പിടിച്ച് കൊഞ്ചിച്ചുകൊണ്ട് ചോദിച്ചു. ശരിക്കും? അവൾ കണ്ണുകൾ വിടർത്തി. അതേനെ, വാ, താഴെ എല്ലാവരും വെയിറ്റ് ചെയ്യാം. നമുക്ക് ഫുഡ് അടിക്കാം. ഇന്ന് അമ്മച്ചിയുടെ വക ചിക്കൻ കറിയുണ്ട്. അതെയോ? എങ്കിൽ വാ. അവൾ അവൻ്റെ കയ്യിൽ പിടിച്ച് സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് വന്നു. താഴെ അവരെ കാത്ത് എല്ലാവരും ഉണ്ടായിരുന്നു. വാ മോളെ, വന്നിരിക്കെ. റീന അവളുടെ തലയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു. റീനയ്ക്ക് സിബിക്കും പെൺമക്കളില്ലാത്തത് കൊണ്ട് തന്നെ പൊന്നുവിനെ അവർക്ക് രണ്ടുപേർക്കും മോളെ പോലെയായിരുന്നു. റീന ആൻറ്റി, അപ്പു എവിടെ? അവൾ റീനയോട് ചോദിച്ചു. അവനേതോ കൂട്ടുകാരൻ്റെ കൂടെ പുറത്തു പോയി മോളെ. ഇപ്പം വരും. മോള് ചൂടോടെ ഫുഡ് കഴിക്കുക. റീന അവളെ നോക്കി പറഞ്ഞു. അതെ, നീ കഴിക്ക്, അവൻ വരും. ആൽബിയും പറഞ്ഞു. അത് ഞാൻ അപ്പവും കൂടെ വന്നിട്ട്. അവൾ ആൽബിയെ നോക്കി. ഓ, നിനക്ക് എൻ്റെ കൂടെ കഴിക്കാൻ വയ്യ അല്ലേ? അല്ലെങ്കിൽ നിനക്ക് എന്നേക്കാൾ അവനോടല്ലേ സ്നേഹം? നിനക്ക് വേണ്ടി കോളേജിൽ നിന്ന് ഓടി വന്ന എന്നെ പറഞ്ഞാൽ മതിയല്ലോ. ആൽബി വിഷമത്തോടെ പറഞ്ഞുകൊണ്ട് അവളെ നോക്കി. പൊന്നു ഇപ്പം കരയെന്ന് പറഞ്ഞ് കണ്ണൊക്കെ നിറച്ചിരിക്കുകയായിരുന്നു. അവളുടെ ഇരിപ്പ് കണ്ട് ആൽബിക്ക് വിഷമമായി. അവൻ അവളെ ചേർത്ത് പിടിച്ചു. അയ്യേ, ആൽബിച്ചാൻ്റെ പൊന്നുകൊച്ചു കരയുവാണോ? അല്ല. അവൾ കണ്ണുകൾ തുടച്ചു. ഓ, അപ്പോൾ പിന്നെ ഇതെന്താ? അവൻ അവളുടെ കണ്ണുനീർ തുടച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു. അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു. ഞാൻ അങ്ങനെയൊന്നും കരുതിയിട്ടില്ല ഇച്ചായ. എനിക്ക് നിങ്ങൾ രണ്ടുപേരും ഒരുപോലെയാ. ഞാൻ അവനെ കാണാത്തോണ്ടാ. അവൾ ഓരോന്നും പറഞ്ഞു കരഞ്ഞു. അതൊക്കെ ഞാൻ വെറുതെ പറഞ്ഞതല്ലേ മോളെ. ആൽബി അവളുടെ മുടിയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു. ബാക്കി എല്ലാവരും അവരുടെ വർത്തമാനവും ഇണക്കവും പിണക്കവും ഒക്കെ നോക്കിയിരിക്കുകയായിരുന്നു. അവർ ഒരിക്കലും അവരുടെ 3 പേരുടെ ഇടയിൽ വരാറില്ല. കുട്ടിക്കാലം മുതലേ അവരുടെ പിണക്കം അവർ തന്നെയാണ് തീർക്കുന്നത്. അതിൻ്റെ ഇടയിൽ ആരും വരുന്നത് അവർക്ക് ഇഷ്ടവുമല്ല. വന്നാൽ ലാസ്റ്റ് അവർ ശശിയാകും. എന്താ ഇവിടെ? ആരാ എൻ്റെ കൊച്ചിനെ കരയിപ്പിക്കുന്നേ? പുറത്തുനിന്ന് ഒരു ശബ്ദം കേട്ട് അവരെല്ലാവരും പുറത്തേക്ക് നോക്കി. അപ്പു, പൊന്നു വിളിച്ചു. അവൻ അകത്തേക്ക് കയറി വന്നു. അവൻ്റെ കയ്യിലൊരു ബാസ്ക്കറ്റും ഉണ്ടായിരുന്നു. ഇതെന്താടാ നിൻ്റെ കയ്യിൽ? പുറത്തു പോയിട്ട് വന്നപ്പോൾ നിനക്ക് കൊച്ചുവായോ? അവൾ ചിരിച്ചുകൊണ്ട് അവനോട് ചോദിച്ചു. നീ ഇങ്ങ് വാ. അവൻ അവളെ അടുത്തേക്ക് വിളിച്ചു. അവൻ ബാസ്ക്കറ്റ് അവളുടെ കയ്യിലേക്ക് കൊടുത്തു. എന്താടാ ഇത്? തുറന്നു നോക്കടി എന്താന്ന്. നീ നിൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച സാധനമാണ് അതിനുള്ളിൽ. അവൻ അവളുടെ കവളിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. അവൾ ബാസ്ക്കറ്റ് പതുക്കെ തുറന്നു. അവളുടെ നെഞ്ച് വല്ലാണ്ട് ഇടിക്കുന്നുണ്ടായിരുന്നു. അത് തുറന്നതും അവൾ അവനെ കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങി. ഞാൻ കുട്ടിക്കാലം മുതൽ ആഗ്രഹിച്ചതായിരുന്നു. പപ്പയ്ക്ക് ഇതൊന്നും ഇഷ്ടമല്ലാത്തതുകൊണ്ട് എനിക്ക് വാങ്ങി തന്നില്ല. അതിനിപ്പോൾ എന്താ പൊന്നൂസേ? ഇപ്പം കിട്ടിയില്ലേ നിനക്ക്? ഇതാ പിടിക്ക്. എന്നിട്ട് നീ തന്നെ ഒരു പേരിട്ടേ ഇവന്. അവൻ ബാസ്ക്കറ്റിൽ നിന്നും അതിനെ പുറത്തെടുത്ത് അവളുടെ കയ്യിലേക്ക് വെച്ച് കൊടുത്തു. നല്ല പഞ്ഞിക്കിട്ട് പോലെയുള്ള വെളുത്തൊരു പട്ടിക്കുട്ടിയായിരുന്നു അത്. അവൾ അതിനെ കൈകളിലേക്ക് വാങ്ങി തലോടി. അവളുടെ ചൂടറിഞ്ഞതുപോലെ അത് ഒന്നുകൂടി അവളുടെ കൈകളിലേക്ക് പതുങ്ങി. എനിക്ക് ഇതിന് ഇഷ്ടമാണെന്ന് എങ്ങനെയാ അറിഞ്ഞേ? അവൾ കണ്ണുകൾ നിറച്ചുകൊണ്ട് അവനോട് ചോദിച്ചു. എടി പൊട്ടി, നിന്റെ ഇഷ്ടങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ ഞാൻ പിന്നെ എന്തിനാ നിന്റെ ബെസ്റ്റ് ഫ്രണ്ടാണെന്നും ഇവരൊക്കെ പറയുന്നത് പോലെ നിന്റെ പുന്നാര ആങ്ങളെയാണെന്നും പറഞ്ഞ് നടക്കുന്നേ? അവൻ അവളുടെ തോളിൽ കൈയിട്ടുകൊണ്ട് അവളെ തന്നിലേക്ക് ചേർത്ത് നിർത്തിക്കൊണ്ട് പറഞ്ഞിരുന്നു. അവരുടെ സ്നേഹം കണ്ടു നിന്ന് എല്ലാവരുടെയും കണ്ണുകൾ നിറഞ്ഞു. എൻ്റെ കുഞ്ഞുങ്ങളുടെ സ്നേഹം എന്നും ഇതുപോലെ നിലനിൽക്കണേ കർത്താവേ, അമ്മച്ചി പ്രാർത്ഥിച്ചുകൊണ്ട് പറഞ്ഞു. ഇതിനായിരുന്നു അല്ലേ കൂട്ടുകാരനെ കാണണമെന്ന് പറഞ്ഞ് നീ ഓടിയത്? റീന ചോദിച്ചു. അത് പിന്നെ ഈ ഒരെണ്ണവേ ഇനി അവിടെ ഉണ്ടായിരുന്നുള്ളൂ എന്ന് ആൽബിച്ചായൻ എന്നോട് പറഞ്ഞു. അപ്പോൾ മറ്റാരെങ്കിലും വന്ന് കൊണ്ടുപോകുന്നതിന് മുമ്പ് പോയി കൊണ്ടുവരാമെന്ന് കരുതി. ഓ, അപ്പോൾ ആൽബിച്ചായനും അറിയായിരുന്നു അല്ലേ? പൊന്നു കെറുവോട് ചോദിച്ചു. അതെ, ഞാനാ പറഞ്ഞേ കൊണ്ടുവരുമ്പോൾ നീ അറിഞ്ഞാൽ മതിയെന്ന്. സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് ആൽബി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. നീ ഇതിനൊരു പേരിട്ടെ. ചാർലി, പൊന്നു ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അയ്യേ, ഇതെന്ത് പേരാ? അപ്പു അവളെ കളിയാക്കി.
അവൾ അമ്മച്ചിയെ നോക്കി. നല്ല പേരാണ്, അത് മതി. എൻ്റെ കൊച്ചിന് ഇഷ്ടപ്പെട്ട പേരാണ്, അത് മതി. അമ്മച്ചി ഉറപ്പോടെ പറഞ്ഞു. ഇപ്പോൾ നമ്മൾ ആരായി അല്ലേ ആൽബിച്ചായ? അപ്പു ആൽബിയെ നോക്കി. പൊന്നു അവരെ വിഷമത്തോടെ നോക്കി. ഇനിയും എന്തേലും പറഞ്ഞാൽ ഡാം ഒഴുകുമെന്ന് അവർക്കറിയാവുന്നത് കൊണ്ട് അവർ ചിരിച്ചു കാണിച്ചു. അത് കണ്ട് അവളും ചിരിച്ചു. അവർ രണ്ടുപേരും അവളെ ചേർത്ത് നിർത്തി. പിന്നീടുള്ള 2 ദിവസം പൊന്നു ചാർലിയോടൊപ്പമായിരുന്നു. അവന് ഫുഡ് കൊടുക്കുന്നതും ഉറക്കുന്നതും എല്ലാം അവൾ തന്നെയായിരുന്നു. അതിൻ്റെ ഇടയിൽ കൂടി ആൽബിയും അപ്പുവുമായി ഇണങ്ങിയും പിണങ്ങിയും അവൾ നടന്നു. അപ്പു ഇനി തിരിച്ച് ദുബായിലേക്ക് പോകുന്നില്ല. അവരുടെ തന്നെ ബിസിനസ് നോക്കി നടത്തണമെന്നാണ് അമ്മച്ചിയുടെ ഓർഡർ. ഒരു ദിവസം രാവിലെ ചാർലിക്ക് പാല് കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു അവൾ. അപ്പു ഓഫീസിലേക്കും ആൽബി കോളേജിലേക്കും പോയി. മോളെ, ആൻറ്റി മോട്ടർ ഇട്ടിട്ടുണ്ട്, നിറയുമ്പോൾ ഒന്ന് വിളിക്കണേ, റീന അവളെ നോക്കി പറഞ്ഞു. ഓക്കെ ആൻറ്റി. ഇത് കുടിക്ക് ചാർലിക്കുട്ട, കുറച്ചും കൂടിയല്ലേ ഉള്ളൂ, നമുക്ക് ബിഗ് ബോയ് ആവണ്ടേ. അവൾ ചാർലിയെ പാല് കുടിപ്പിക്കാനുള്ള പെടാപ്പാടിലാണ്. ചാർലി ആണെങ്കിൽ കുറച്ച് നക്കി കുടിക്കും, എന്നിട്ട് 4 റൗണ്ട് ഓടും, പിന്നെയും കുടിക്കും, ഓടും. ഇത് തന്നെ അവൻ്റെ പണി. അപ്പോഴേക്കും മോട്ടർ നിറഞ്ഞ് വെള്ളം വീഴുന്ന സൗണ്ട് കേട്ട് പൊന്നു റീനയെ വിളിച്ചു. എവിടെ കേൾക്കാൻ, അവസാനം അവൾ അകത്തേക്ക് പോകാൻ തുടങ്ങി. പോകുമ്പോൾ ചാർലിയോട് പാല് കുടിക്കാൻ അവൾ പുറകിൽ നിന്നും വിളിച്ചു പറയുന്നുണ്ട്. അകത്തേക്ക് ചെന്ന് മോട്ടർ ഓഫാക്കി പൊന്നു തിരിച്ചു വന്നപ്പോൾ ചാർലിയെ കണ്ടില്ല. ചാർലി, ചാർലി, അവൾ കരഞ്ഞുകൊണ്ട് ചുറ്റിനും നോക്കി വിളിക്കാൻ തുടങ്ങി. അപ്പോഴാണ് മുൻവശത്തുള്ള ഒരു വീട്ടിലേക്ക് ചാർലി ഓടുന്നതായി അവൾക്ക് തോന്നിയത്. അവളും ചാർലിയെ വിളിച്ചുകൊണ്ട് അതിൻ്റെ പുറകെ ഓടി. ചാർലി ഓടി ആ വീടിനകത്തേക്ക് കയറി. അവൾ വീടിൻ്റെ മുൻവശത്തേക്ക് വന്ന് നിന്ന് കയറണോ വേണ്ടായോ എന്ന് ആലോചിക്കുകയാണ്. ആലോചനയ്ക്കൊടുവിൽ രണ്ടും കൽപ്പിച്ച് അവളും വീട്ടിനകത്തേക്ക് ഓടി. ചാർലി ഓടി ഒരു റൂമിനകത്തേക്ക് കയറി. അവളും പുറകെ കയറി. ചാർലി കട്ടിലിനപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും അവളെ വട്ടമിട്ട് കറക്കുകയാണ്. ഒരു കണക്കിന് അവനെ അവൾ പൊക്കിയെടുത്തു. നിനക്ക് കുറുമ്പ് കൂടുതലാണല്ലോ ചാർലിക്കുട്ട, അവൾ അവനെ ഉമ്മ വെച്ചുകൊണ്ട് പറഞ്ഞു. ഡി. പുറകിൽ നിന്നും ഗൗരവമേറിയ ഒരു വിളി കേട്ട് അവൾ ഞെട്ടിത്തിരിഞ്ഞു. അവളുടെ കാലുകളും കൈകളും ഒക്കെ വിറയ്ക്കാൻ തുടങ്ങി. പേടിച്ചവൾ മുൻപിലേക്ക് നോക്കി. അവൾ ആദ്യം കണ്ടത് ഒരു കുരിശുമാലയാണ്. അത് അവൻ്റെ നെഞ്ചോട് പറ്റിക്കിടക്കുന്നുണ്ട്. മുകളിലേക്ക് നോക്കി അവൾ കാണുന്നത് തന്നെ നോക്കി ദേഷ്യത്തോടെ നിൽക്കുന്ന 2 കണ്ണുകളാണ്. മുണ്ട് മാത്രമാണ് അവൻ്റെ വേഷം. തോർത്ത് പുറത്തുകൂടി മുൻപിലേക്ക് ഇട്ടിട്ടുണ്ട്. കുളിച്ചിറങ്ങിയതേ ഉള്ളൂ എന്ന് അവനെ കാണുമ്പോൾ തന്നെ അറിയാം. മുടിയിൽ നിന്നും വെള്ളം ഇറ്റ് താഴേക്ക് വീഴുന്നുണ്ട്. കയ്യിലൊരു ഇടിവള കിടപ്പുണ്ട്. നല്ല പൊക്കവും അതിനൊത്ത കട്ട ബോഡിയും. കട്ടിമീശ, താടി ഡ്രിം ചെയ്ത് വെച്ചിട്ടുണ്ട്. അവൻ്റെ ദേഷ്യത്തോടെയുള്ള നോട്ടം കണ്ട് അവൾ ഉമിനീറിറക്കി.